السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഏകദേശം 11 വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു. സമയം കടന്നുപോകുന്നത് അറിയില്ല. പലരും കുട്ടികളായിരുന്നു, ഇപ്പോൾ യുവാക്കളായി തീർന്നിരിക്കും. പലരും കുട്ടികളുടെ മാതാപിതാക്കന്മാരായി മാറിയിരിക്കും. പ്രത്യക്ഷമായ നിലയിലും ഇവിടെ അല്ലാഹു ജമാഅത്തിനുമേൽ ഒരുപാട് അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട്. പള്ളിയോടനുബന്ധിച്ച് ഒരു വലിയ ഹാളും ഓഫീസും ലൈബ്രറിയും മറ്റു സൗകര്യങ്ങളും ലഭിച്ചു. അതുപോലെ തന്നെ പള്ളിക്ക് മുന്നിൽ വാങ്ങിയ കെട്ടിടത്തിൽ അതിലും വലിയ വിശാലത ഉണ്ടായിരിക്കുന്നു. മിഷണറിയുടെ താമസ സ്ഥലം, ഗസ്റ്റ് ഹൌസ്, ഒരു വലിയ ഹാളും ലഭിച്ചു. ഇതെല്ലാം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. അഥവാ നിങ്ങളുടെ കുടുംബങ്ങളുടെ അംഗസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ, നിങ്ങളുടെ സമ്പത്ത് വർദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ, ജമാഅത്തിന് പ്രത്യക്ഷമായ നിലയിലുള്ള കെട്ടിടങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശാലത അല്ലാഹു നൽകി എങ്കിൽ തീർച്ചയായും നാം ഈ കാര്യങ്ങൾ കാരണം അല്ലാഹുവിന് നന്ദി ഉള്ളവരായിരിക്കേണ്ടതാണ്. ഈ നന്ദി പ്രകടനം എപ്രകാരമായിരിക്കണം? ഇത് എന്താണ് നമ്മോട് ആവശ്യപ്പെടുന്നത്? നാം ഈ കാലഘട്ടത്തിലെ ഇമാമിനെ വിശ്വസിക്കുന്നവരാണ്. ഈ കാര്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. നാം ആ മഹാത്മാവിനെ വിശ്വസിച്ചിരിക്കുന്നു. ഏതൊരാളെ കുറിച്ചാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അഥവാ ഈമാൻ സുരയ്യ വരെ പോയാലും അദ്ദേഹം അതിനെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയെങ്കിൽ നാം നമ്മുടെ ചിന്താഗതികളെയും വിശ്വാസികളുടേതാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. നാം പ്രത്യക്ഷമായ നിലയിലുള്ള നന്ദി പ്രകടനമോ അല്ലെങ്കിൽ വായ കൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് സന്തോഷിക്കുന്നവരാകാൻ പാടുള്ളതല്ല. മറിച്ച് ഈ കാര്യം നോക്കേണ്ടതായിട്ടുണ്ട്. നാം അള്ളാഹു പറഞ്ഞു തന്ന കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ? നാം ഒരു വിശ്വാസിയുടേതായ ജീവിതം കഴിച്ചുകൂട്ടുന്നുണ്ടോ? ഏതൊന്നിന്റെ വിശദീകരണമാണോ അള്ളാഹും അവന്റെ റസൂലും വിവരിച്ചു തന്നിരിക്കുന്നത്? ഏതൊന്നിനെയാണോ ഈ കാലഘട്ടത്തിൽ തുറന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അവതരിപ്പിച്ചിട്ടുള്ളത്? ഞാൻ അന്നും ഇവിടെയുള്ള അഹ്മദികളെ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിരുന്നു.
ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ ആദ്യമായി വന്നപ്പോൾ 11 വർഷം മുമ്പ് എന്നല്ല, എപ്പോഴും ഞാൻ ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു. അള്ളാഹു നമുക്ക് MTA ആകുന്ന സൗകര്യവും നിഅമത്തും നൽകിയിരിക്കുന്നതുകൊണ്ട് ഇത് മുഖേന എന്റെ വാക്കുകൾ എല്ലാ അഹമ്മദികളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അവർ അത് കേൾക്കാൻ ശ്രമിക്കണം എന്ന ഒരു നിബന്ധനയുണ്ട് എന്നു മാത്രം. ഏതായിരുന്നാലും ഞാൻ പറഞ്ഞിരുന്നു, അള്ളാഹു നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാർക്ക് അഹമ്മദിയത്ത് സ്വീകരിക്കുവാനുള്ള തൗഫീക്ക് നൽകി. ഇത് അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു അനുഗ്രഹമാണ്. അള്ളാഹു ഏതോ ഒരു നന്മയുടെ ഫലമായാണ് ഈ അനുഗ്രഹം നൽകിയിരിക്കുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം നിലനിർത്തുന്നതിനു വേണ്ടി ഈ നന്മകളിൽ മുന്നോട്ട് കുതിക്കേണ്ടതും തങ്ങളുടെ അവസ്ഥകളെ മുമ്പത്തേക്കാൾ ഉത്തമമാക്കേണ്ടതും അനിവാര്യമാണ്. അതല്ല എങ്കിൽ നാം ഓർക്കേണ്ടതാണ്, അഥവാ നമ്മുടെ കാൽച്ചുവടുകൾ നിന്നുപോയാൽ, അതല്ല എങ്കിൽ ദീനീ കാര്യങ്ങളിൽ അശ്രദ്ധ ഉണ്ടായിക്കൊണ്ടിരുന്നുവെങ്കിൽ നാം നമ്മുടെ തലമുറകളെയും ദീനിൽ നിന്ന് ദൂരപ്പെടുത്തുന്നവരായിരിക്കും. അങ്ങനെ അവരെ അള്ളാഹുവിന്റെ ഈ പ്രത്യേക അനുഗ്രഹത്തിൽ നിന്ന് ഏതൊന്നിന്റെ പ്രവചനമാണോ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയത് അത് നിഷേധിക്കപ്പെട്ടവരാക്കി തീർക്കുന്നവരായിരിക്കും. അഥവാ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ ആഗമനവും അദ്ദേഹത്തിൽ വിശ്വസിക്കുക എന്നതും. ആരുടെ പൂർവ്വപിതാക്കന്മാരാണോ അഹമ്മദികളായത് അഥവാ അവരുടെ തലമുറകൾ ദീനിൽ നിന്ന് വിദൂരപ്പെട്ടാൽ അവർ തങ്ങളുടെ പൂർവികരുടെ ദുആ നിഷേധിക്കപ്പെട്ടവരായി മാറും. അള്ളാഹു നന്മക്കുള്ള പ്രതിഫലം നൽകുന്നു, തീർച്ചയായും നൽകുന്നു. ആരുടെയെങ്കിലും നന്മയുണ്ട് എങ്കിൽ മക്കളും അതിൽ നിന്ന് പ്രയോജനം എടുക്കുന്നു. പൂർണ്ണമായും അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് നന്മ ചെയ്തത് എങ്കിൽ. എന്നാൽ അതോടൊപ്പം തന്നെ അള്ളാഹു ഇതുകൂടി പറയുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മങ്ങൾ ശരിയാക്കി തീർക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതിനു വേണ്ടി. ആരുടെ പൂർവികരാണോ അഹമ്മദികളായത് ആ മഹാത്മാക്കൾ തങ്ങളുടെ ബൈഅത്തിന്റെ പ്രതിജ്ഞകൾ പൂർത്തിയാക്കി ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ഈ ഒരു ആഗ്രഹത്തോടും ദുആയോടും കൂടിയാണ് വിട പറഞ്ഞത്. അവരുടെ തലമുറകളും ഈ പ്രതിജ്ഞ പൂർത്തിയാക്കുന്നവരായിരിക്കണം. ഇപ്പോൾ നിങ്ങളിൽ ഒരുപാട് പേർ അത്തരക്കാരുണ്ട്. അവർ ഈ കാര്യം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. നാം ആ പ്രതിജ്ഞ പൂർത്തിയാക്കുന്നവരാണോ? ഏതൊന്നിനെ കുറിച്ചാണോ നമ്മുടെ പൂർവികർ നമ്മെ ഉപദേശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതൊരു മാർഗത്തിലൂടെയാണോ നമ്മുടെ പൂർവികർ നമ്മെ നടത്താൻ ആഗ്രഹിച്ചിരുന്നത്, ഇത് പരിശോധിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. യഥാർത്ഥത്തിൽ നാം നമ്മുടെ ബൈഅത്തിന്റെ പ്രതിജ്ഞ പൂർത്തിയാക്കുന്നുണ്ടോ? അതല്ല കേവലം നമ്മുടെ പൂർവികരുടെ മഹാത്മാക്കളുടെ ദീനിൽ ഒരാചാരം എന്ന നിലയിൽ നിലനിൽക്കുന്നവർ മാത്രമാണോ? കേവലം ബന്ധങ്ങളും സാമൂഹികമായ കെട്ടുപാടുകളും കാരണത്താൽ ജമാഅത്തിൽ അംഗങ്ങളായി നാം ഇവിടെ ഇരിക്കുകയാണോ? അതുപോലെ തന്നെ സ്വയം അഹ്മദിയത്ത് സ്വീകരിച്ചവർ, അവർ ഈ കാര്യം പരിശോധിക്കുക. നാം നമ്മുടെ ഈമാനിൽ പുരോഗതി പ്രാപിക്കുന്നതിലും നമ്മുടെ കർമ്മങ്ങളിൽ നല്ല നിലയിലാക്കുന്നതിനുമുള്ള ശ്രമം നടത്തുന്നുണ്ടോ? അതല്ല ഒരു നൈമിഷികമായ ആവേശത്തിന്റെ പേരിലാണോ നാം അഹമ്മദിയത്ത് സ്വീകരിച്ചത്? ഏതെങ്കിലും കാര്യത്താൽ സ്വാധീനിക്കപ്പെട്ട് അഹമ്മദിയത്ത് സ്വീകരിക്കുകയാണോ ചെയ്തത്? ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണോ എവിടെയാണോ ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നത്? നമുക്ക് പ്രയോജനം നമ്മുടെ ചുവടുകൾ എന്നല്ല, നമ്മുടെ ഓരോ ചുവടുകളും പുരോഗതിയിലേക്ക് ഉയരുമ്പോഴായിരിക്കും ഉണ്ടാവുക. വികസിത രാജ്യങ്ങളിലേക്ക് ഹിജ്റത്ത് ചെയ്തു വന്നിരിക്കുന്നവർ ഈ രാജ്യങ്ങളിൽ അവർ തുടർച്ചയായി ഈ കാര്യങ്ങൾ നോക്കേണ്ട ആവശ്യമുണ്ട്.
നല്ല അവസ്ഥകൾ അവരെ ദീനിൽ നിന്ന് ദൂരപ്പെടുത്തിയിട്ടുണ്ടോ? दीन से दूर तो नहीं कर दिया? യൂറോപ്പിന്റെ പുരോഗതിയാൽ സ്വാധീനിക്കപ്പെട്ട് ദീനിനെ വിസ്മരിച്ചു പോയിട്ടുണ്ടോ? तो नहीं गए? അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ अल्लाह के फजल से ഇവിടെ കൊസോവോ, കിഴക്കൻ യൂറോപ്പിൽ നിന്ന് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവർ അഹമ്മദിയത്ത് സ്വീകരിച്ചവരാണ്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസനെ വിശ്വസിച്ചിരിക്കുന്നു. അവരും ഓർക്കേണ്ടതാണ്, याद रखना चाहिए। അവരുടെ മേൽ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹം ഉണ്ട്. ചുരുക്കത്തിൽ ഇവിടെ വിവിധ തരക്കാരായ ആളുകളുണ്ട്. हर അഹമ്മദിയത്തിൽ ഉൾപ്പെട്ട എല്ലാവർക്കും, जो अहमदियत में शामिल हुए എല്ലാ തരക്കാരായ ആളുകൾക്കും, അവർ ജന്മനാ അഹമ്മദികളാണെങ്കിലും പിന്നീട് ബൈഅത്ത് ചെയ്തു വന്നവരാണെങ്കിലും ഹിജ്റത്ത് ചെയ്തു വന്നവരാണെങ്കിലും ഇവിടെ താമസിക്കുന്നവരാണെങ്കിലും എല്ലാവരും ഈ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ഇനി അവർ ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കേണ്ടതാണ്. अमल करने की कोशिश करनी चाहिए। ഹസ്രത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ ദാസന്റെ ബൈഅത്തിൽ വന്നതിന്റെ കടമ നിറവേറ്റുന്നതിനു വേണ്ടി अदा कर सकें। ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ मैंने पहले कहा ജന്മനാ അഹമ്മദികളാണെങ്കിലും പഴയ അഹമ്മദികളാണെങ്കിലും അതല്ലെങ്കിൽ പുതുതായി വരുന്ന അഹമ്മദികളാണെങ്കിലും എല്ലാ അഹമ്മദികളും സ്ത്രീകളും പുരുഷന്മാരും ये जायजा लेने की जरूरत है कि क्या वो बैत का हक अदा कर അവർ ബൈഅത്തിന്റെ കടമ നിറവേറ്റുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. हम पर जो जिम्मेदारी നമ്മളിൽ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിറവേറ്റാനായി പരിശ്രമിക്കുന്നുണ്ടോ? നമ്മുടെ അവസ്ഥകളെ अपनी हाल ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അധ്യാപനങ്ങൾക്കനുസരിച്ച് ആക്കി തീർക്കാൻ പരിശ്രമിക്കുന്നുണ്ടോ? നാം നമ്മുടെ കുട്ടികളുടെ തർബീയത്ത് बच्चों की इस रंग में तरबियत അവർ करने की कोशिश कर ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകുന്ന ചിന്ത ആരംഭം മുതൽ തന്നെ ഉണ്ടാകുന്ന വിധത്തിൽ അവരുടെ തർബീയത്ത് നടത്തുന്നുണ്ടോ? നമ്മുടെ പ്രവൃത്തികൾ क्या हमारे अपने ഇസ്ലാമിക അധ്യാപനങ്ങൾ അനുസരിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് മാതൃകയാണോ? हमारे बच्चों के लिए नमूना है? നമ്മുടെ നമസ്കാരങ്ങളും क्या हमारी नमाज നമ്മുടെ ഇബാദത്തുകളും हमारी നമ്മുടെ ഓരോ കർമ്മവും और हमारा അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞു തന്ന അധ്യാപനങ്ങൾ അനുസരിച്ചുള്ളതാണോ? तालीम के मुताबिक है? ഈ കാര്യങ്ങളെല്ലാം बातें ഓരോരുത്തരും हर एक ആത്മപരിശോധന നടത്തിക്കൊണ്ട് സ്വയം നല്ല പോലെ വിലയിരുത്താൻ സാധിക്കും. ഈ കാര്യങ്ങളുടെ ഗഹനത അറിയുന്നതിനു വേണ്ടി जानने തങ്ങളുടെ और अपने ആത്മപരിശോധനയ്ക്ക് ഉന്നതമായ നിലവാരം നിശ്ചയിക്കുന്നതിനായി നമുക്ക് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മാർഗദർശനം നൽകിയിട്ടുണ്ട്. रहनुमाई फरमाई हुई है। ഇപ്പോൾ ഞാൻ അതിൽ നിന്ന് ഏതാനും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നതായിരിക്കും. पेश करूंगा ഏതൊന്നാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? ഒരു മജ്ലിസിൽ मजलिस में തന്റെ ജമാഅത്തിനെ ഉപദേശിച്ചുകൊണ്ട് വളരെയധികം വേദനയോടുകൂടി ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ने फरमाया നമ്മുടെ ജമാഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പാപപങ്കിലമായ കാലഘട്ടത്തിൽ എല്ലാ ഭാഗത്തും മാർഗഭ്രംശനത്തിന്റെയും അശ്രദ്ധയുടെയും വഴികേടിന്റെയും കാറ്റുവീശുമ്പോൾ തഖ്വ സ്വായത്തമാക്കുക എന്നത് അത്യാവശ്യമായ കാര്യമാണ്. ലോകത്തിന്റെ അവസ്ഥ ഇതാണ്. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മഹത്വം കൽപ്പിക്കുന്നില്ല, അവകാശങ്ങളും വസീയത്തുകളും വിലവെക്കുന്നില്ല, തങ്ങളുടെ ഉത്തരവാദിത്വമായ അവകാശം നിറവേറ്റുന്നില്ല, വസീയത്തുകൾ പൂർത്തിയാക്കുന്നവരും അല്ല. आया है वसीयतें हैं उनको पूरा करने वाले ഭൗതികതയിലും അതിന്റെ പ്രവർത്തനങ്ങളിലും അങ്ങേയറ്റം മുഴുകിയിരിക്കുകയാണ്. ദുനിയാവിന്റെ അല്പം നഷ്ടമുണ്ടാകുന്നത് കാണുമ്പോൾ ദീനിന്റെ ഭാഗത്തെ ഉപേക്ഷിക്കുന്നു. तर्क कर देते ആ സമയത്ത് ദീനിന് പ്രാധാന്യം കൽപ്പിക്കുന്നതിനു പകരം ദുനിയാവിന് പ്രാധാന്യം നൽകുന്നു. दुनिया मुकदम हो जाती है। ഭൗതിക നഷ്ടം इंसान को बचाने की कोशिश ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. ദീൻ നഷ്ടപ്പെട്ടാലും ശരി, അവിടുന്ന് പറയുന്നു, और फरमाते हैं അള്ളാഹുവിന്റെ കടമകൾ പാഴാക്കിക്കളയുന്നു. गुजाया कर देते हैं। ഭൗതികമായ അല്പം നഷ്ടം ഉണ്ടാകുന്നത് കണ്ടുകൊണ്ട് ദീനിന്റെ ഭാഗത്തെ ഉപേക്ഷിക്കുന്നു, അള്ളാഹുവിന്റെ കടമകൾ പാഴാക്കിക്കളയുന്നു. പിന്നീട് അവിടുന്ന് പല കാര്യങ്ങളും വിവരിക്കുന്നു. കേസുകളിൽ फरमाते हैं मुकदमेबाजियों में
അവകാശികളുമായി സ്വത്തുഭാഗം വെക്കുമ്പോൾ ബന്ധുക്കൾ പരസ്പരം സ്വത്തുഭാഗം വെക്കുകയാണെങ്കിൽ, അതല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എല്ലാം തന്നെ ഇത് കാണാൻ സാധിക്കുന്നു. ഇത് ഇന്നും നിത്യേനയുള്ള കാര്യങ്ങളാണ്. പിന്നീട് പറയുന്നു, ദുരാഗ്രഹത്തോടുകൂടിയാണ് പരസ്പരം പെരുമാറുന്നത്. ശരീരേച്ഛയുടെ ആവേശത്തിനെതിരിൽ വളരെ ബലഹീനരായി മാറുന്നു. ഏതുവരെ അള്ളാഹു അവരെ ബലഹീനരാക്കി വച്ചിരിക്കുന്നുവോ അതുവരെ പാപം ചെയ്യാൻ ധൈര്യപ്പെടുകയില്ല. എന്നാൽ എപ്പോഴാണോ അല്പം ബലഹീനത ഇല്ലാതായിത്തീരുന്നത്, പാപത്തിനുള്ള അവസരം ലഭിക്കുന്നത്, ഉടനെ അത് ചെയ്യുന്നവരായി മാറുന്നു. പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് നന്മയുടെ അതീശത്വം കൊണ്ട് അല്ല, മറിച്ച് ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണ്. ചില കാര്യങ്ങളെ അവർ ഭയപ്പെടുന്നത് കൊണ്ടാണ്. ആ ഭയം ഇല്ലാതാകുമ്പോൾ പാപം ചെയ്യാൻ തുടങ്ങുന്നു. പറയുന്നു, ഇത് ഇന്ന് ഈ കാലഘട്ടത്തിൽ എല്ലാ സ്ഥലത്തും അന്വേഷിക്കുക, അപ്പോൾ ഇത് തന്നെയായിരിക്കും ലഭിക്കുക. അതായത് യഥാർത്ഥ തഖ്വ ഇല്ലാതായി തീർന്നിരിക്കുന്നു, യഥാർത്ഥ ഈമാൻ പൂർണ്ണമായും ഇല്ലാതായി തീർന്നിരിക്കുന്നു. എന്നാൽ അള്ളാഹുവിന് അവന്റെ യഥാർത്ഥത്തിലുള്ള തഖ്വയും ഈമാന്റെയും ബീജം പാഴായി പോകരുത് എന്ന ഉദ്ദേശമാണുള്ളത്. ആരിലാണോ യഥാർത്ഥ തഖ്വയുടെയും ഈമാന്റെയും ബീജമുള്ളത്, അത് പാഴായി പോകരുത് എന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. പറയുന്നു, ഇപ്പോൾ വിളവ് പൂർണ്ണമായും നശിച്ചു പോകുന്നതാണ് എന്ന് അള്ളാഹു കാണുമ്പോൾ അവൻ മറ്റൊരു വിളവ് ഉണ്ടാക്കുന്നു. അതേ വിശുദ്ധ ഖുർആൻ പുതുതായ രൂപത്തിൽ തന്നെ നിലവിലുണ്ട്. ഇതുപോലെ അള്ളാഹു പറയുന്നു, ഇന്നാ നഹ്നു നസ്സൽന സിക്ര വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഹദീസിന്റെ ഒരുപാട് ഭാഗം നിലവിലുണ്ട്. മറ്റു ബർക്കത്തുകളും ഉണ്ട്. എന്നാൽ ഹൃദയങ്ങളിൽ ഈമാനും കർമ്മപരമായ അവസ്ഥ പൂർണ്ണമായും ഇല്ല. ഇത് മുസ്ലിങ്ങളുടെ ഒരു ചിത്രമാണ് കോറിയിട്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിലും ഇന്നും ഇതേ അവസ്ഥ തന്നെയാണുള്ളത്. അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം വീണ്ടും ഉണ്ടാക്കുന്നതിനു വേണ്ടിയാണ്. അള്ളാഹു മൈതാനം ശൂന്യമായി കണ്ടപ്പോൾ അവന്റെ ദൈവീകതയുടെ തേട്ടം ഈ മൈതാനം ശൂന്യമായിരിക്കുന്നത് ഒരിക്കലും ഇഷ്ടപ്പെട്ടില്ല. അള്ളാഹുവിന്റെ ദൈവീകത, ഈ നന്മയും തഖ്വയും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് ശൂന്യമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹു മനുഷ്യനോടുള്ള സഹാനുഭൂതി എന്ന നിലയിൽ ഈ മൈതാനം ശൂന്യമായിരിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെട്ടില്ല. പറയുന്നു, അങ്ങനെ ആളുകൾ ഈ വിധത്തിൽ ദൂരപ്പെടുന്നത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇതിനെതിരിൽ അള്ളാഹു ജീവനുള്ളവരുടെ ഒരു പുതിയ സമൂഹത്തെ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ തബ്ലീഗ് തഖ്വയുടെ ജീവിതം സ്വായത്തമാക്കുക എന്നതാണ്. അഥവാ നാം ആത്മപരിശോധന നടത്തുകയാണ് എങ്കിൽ ഇത് ആ കാലഘട്ടത്തിലെ ജനങ്ങളുടെ ചിത്രം അല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഉപദേശിക്കുന്ന കാലഘട്ടത്തിലെ ആളുകളുടെ ചിത്രമല്ല, മറിച്ച് ഇന്നും നമുക്ക് ഇതേ കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നു. നമ്മളിൽ എത്ര പേരുണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകൾ തങ്ങളിൽ നടപ്പിൽ വരുത്തുന്നവർ? മറ്റുള്ളവരുടെ കാര്യം നമുക്ക് ഒഴിവാക്കാം. നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ബൈഅത്ത് ചെയ്തു എന്ന് വാദിക്കുന്നവരാണ്. നമ്മളിൽ എത്ര പേരുണ്ട്? ഈ പരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യമാണുള്ളത്. അള്ളാഹു പറയുന്നു, ഞാൻ ജിന്നിനെയും ഇൻസിനെയും ആരാധനയ്ക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നാം നമ്മുടെ ഭൗതിക ജോലികൾ നമ്മുടെ ഇബാദത്തുകൾക്കായി ത്യജിക്കുന്നുണ്ടോ, അതോ അതിന് വിപരീതമായിട്ടാണോ നടക്കുന്നത്? നമ്മുടെ ഇബാദത്തുകളാണോ നമ്മുടെ ഭൗതിക ജോലിക്ക് വേണ്ടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അത്തരക്കാരുമുണ്ട്. അവര് സമയത്ത് നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് തലയിൽ നിന്ന് ഇറക്കി വെക്കലാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിക്കാത്തവരുടെ അവസ്ഥ അവിടെ നിൽക്കട്ടെ. നമ്മളിലും അത്തരക്കാരുണ്ട്. ആളുകളുമായുള്ള ഇടപെടലുകളിൽ അള്ളാഹു പറയുന്നു, നിങ്ങൾ നന്മയോടുകൂടി പ്രവർത്തിക്കുക. എന്നാൽ
ഒരുപാട് പേരുണ്ട്. बहुत से ऐसे हैं അവർ നന്മയോടുകൂടി പ്രവർത്തിക്കുക എന്ന കാര്യം ഒരു ഭാഗത്ത് നിൽക്കട്ടെ, മറ്റുള്ളവരുടെ അവകാശം ധ്വംസിക്കാനാണ് ശ്രമിക്കുന്നത്. അത്തരക്കാരും ഉണ്ട്. फिर ऐसे भी हैं അവർ ദുനിയാവിന്റെ നഷ്ടം സഹിക്കുകയില്ല. എന്നാൽ ദീനാണ് നഷ്ടപ്പെടുന്നത് എങ്കിൽ അതിനെ അവർ സഹിക്കുന്നു. नुकसान हो रहा हो तो बर्दाश्त कर लेते हैं. നമ്മളിൽ कितने ही നമ്മുടെ വികാരാവേശത്തെ നിയന്ത്രിക്കാത്ത എത്ര പേരുണ്ട്. जो जज्बात पर कंट्रोल नहीं रखते, ചെറിയ ചെറിയ കാര്യങ്ങളിൽ പ്രകോപിതരാകുന്നു. भड़क जाते हैं. ഇത് അന്യരാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, तो हम कह सकते हैं ഇവർ ജാഹിലീങ്ങളാണ്. जाहिल हैं ये लोग. എന്നാൽ നമ്മളിൽ ആരെങ്കിലും അപ്രകാരം പ്രവർത്തിച്ചാൽ करे तो ये बात ഏതായിരുന്നാലും അത് വളരെ ഖേദകരമായ കാര്യമാണ്. ഓരോരുത്തരും कोई खुद इन बातों में अपना जायजा ले सकता है. और हज़रत मसीह अलैहिस्सलाम के ഈ കാര്യങ്ങളിൽ തങ്ങളെ സ്വയം പരിശോധിക്കാൻ സാധിക്കും. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ വാക്കുകൾ എപ്പോഴും ഓർമ്മയിൽ വെക്കേണ്ടതാണ്. അള്ളാഹു ജീവനുള്ളവരുടെ ഒരു പുതിയ സമൂഹത്തെയാണ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത്. നാം ഈ ജീവനുള്ളവരിൽ ഉൾപ്പെടുന്നതിനു വേണ്ടിയാണ് ബൈഅത്ത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിനോടുള്ള കടമ നിറവേറ്റുന്നതിനു വേണ്ടി അങ്ങയുടെ വാക്കുകളെ നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. तवज्जो देनी होगी ताकि जिंदों നാം ജീവനുള്ളവരുടെ സമൂഹത്തിൽ ഉൾപ്പെടുന്നതിനു വേണ്ടി. പിന്നീട് ഈ കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട്, അതായത് ഹിദായത്ത് കഠിന പരിശ്രമത്തിലും തഖ്വയിലും അധിഷ്ഠിതമാണ് എന്ന് വിവരിച്ചുകൊണ്ട്, ഏതുവരെ തഖ്വ ഉണ്ടാകുന്നില്ലയോ, ഏതുവരെ മനുഷ്യൻ जब तक अपने आप को तकलीफ में डाल പരിശ്രമിക്കുന്നില്ലയോ, ഏതുവരെ തന്നെ പ്രയാസത്തിൽ അകപ്പെടുത്തി ദീനിനു വേണ്ടി എല്ലാ ത്യാഗങ്ങൾക്കും തയ്യാറാകുന്നില്ലയോ, അതുവരെ യഥാർത്ഥ ഹിദായത്ത് സന്മാർഗം സ്വായത്തമാക്കാൻ സാധ്യമല്ല. ഇതിനെക്കുറിച്ച് ഹദ്റത്ത് മസീഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഏതൊരു വ്യക്തിയാണോ കേവലം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവന്റെ മാർഗത്തിനായി പരിശ്രമിക്കുന്നത്, की राह की तलाश में ഈ പ്രശ്നത്തിന്റെ കെട്ടഴിയുന്നതിനു വേണ്ടി ദുആ ചെയ്യുന്നത്, गिरा कुशाई की അപ്പോൾ അള്ളാഹു कि तू തന്റെ നിയമമനുസരിച്ച് अल्लाह ताला വല്ലദീന ജാഹദൂ ഫീനാ लजीन जहादू फीना ലനഹ്ദിയന്നഹും സുബുലനാ, बोलो ना അതായത് ഏതൊരു കൂട്ടരാണോ നമ്മുടേതായി हम अपनी राहें उनको दिखाते നമ്മുടെ മാർഗത്തിൽ പരിശ്രമം നടത്തുന്നത്, നാം നമ്മുടെ മാർഗം അവർക്ക് കാണിച്ചു കൊടുക്കുന്നു. സ്വയം अल्लाह ताला की അവർക്ക് ഉചിതമായ മാർഗം കൈപിടിച്ചു കാണിച്ചു കൊടുക്കുന്നു. അള്ളാഹുവിന്റെ മാർഗം അന്വേഷിച്ചുകൊണ്ടുള്ള അവരുടെ ഒരു ശ്രമം ഉണ്ടായിരിക്കും, ദുആയും ഉണ്ടായിരിക്കും. അവരുടെ തിന്മകൾ ദൂരപ്പെടണം എന്ന്, അള്ളാഹുവിനെ അവർക്ക് ലഭിക്കണമെന്നുണ്ടാകും. അതിനായി വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതുപോലെ, ഞാൻ ഓതിയ ആയത്തനുസരിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിക്കുകയാണെങ്കിൽ അള്ളാഹു തന്റെ മാർഗം കാണിച്ചു കൊടുക്കുന്നു. അവിടുന്ന് പറയുന്നു, ഈ ആയത്തനുസരിച്ച് സ്വയം അവൻ കൈപിടിച്ചുകൊണ്ട് മാർഗദർശനം നൽകുന്നു, അയാൾക്ക് ഹൃദയ സമാധാനം പ്രദാനം ചെയ്യുന്നു. അഥവാ സ്വയം ഹൃദയം അന്ധകാര നിബിഡവും ദുആ നാവിനു ഭാരവും ആണ് എങ്കിൽ, വിശ്വാസം एतकाद व शिर्क और ഷിർക്കും ബിദ്അത്തും കലർന്നതാണ് എങ്കിൽ ആ ദുആ എന്താണ്? ഹൃദയം സ്വയം അന്ധകാരത്തിലും ഇരുട്ടിലും മുങ്ങിയതാണെങ്കിൽ നാവുകൊണ്ട് जुबान പ്രത്യക്ഷ നിലയിലുള്ള ദുആ നടക്കുന്നുണ്ട്, എന്നാൽ लेकिन बड़ी मुश्किल से अल्फाज ദുആയുടെ വാക്കുകൾ വളരെ പ്രയാസത്തോടു കൂടിയാണ് പുറത്തു വരുന്നത് എങ്കിൽ, വിശ്വാസത്തിന്റെ കാര്യം എടുക്കുമ്പോൾ പ്രത്യക്ഷമായ നിലയിൽ വിശ്വാസം ഇത് തന്നെയാണ്. ही एतकाद है. നമ്മൾ മുസ്ലിങ്ങളാണ്, അൽഹംദുലില്ലാ, मुसलमान है. വിശ്വസിക്കുന്നു, അൽഹംദുലില്ലാ. अल्लाह അള്ളാഹുവിനെതിരിൽ अल्लाह ताला को ആരെയും പങ്കുകാരാക്കുന്നില്ല. मुकाबले में किसी को शिर्क, വിശ്വാസപരമായ നിലയിൽ എല്ലാം ശരിയാണ്, എന്നാൽ लेकिन കർമ്മപരമായി ഷിർക്കിൽ കുളിച്ചിരിക്കുകയാണ്, വിദ്അത്തുകളിൽ മുങ്ങിയിരിക്കുകയാണ്, ദീനിനെക്കുറിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നു. അങ്ങനെയാണ് എങ്കിൽ പിന്നീട് ദുആ സാധ്യമല്ല. नहीं हो सकती. പറയുന്നു, ഏതൊരർത്ഥനയാണോ ഉന്നതമായ ഫലം ഇല്ലാത്തത്, ആ അർത്ഥന തന്നെ എന്താണ്? ഈ വിധത്തിലാണ് അർത്ഥന എങ്കിൽ അതിന് നല്ല ഫലങ്ങൾ ഉണ്ടാവുകയില്ല. दाइश नहीं അതുകൊണ്ട് ആ അവസ്ഥ ഉണ്ട് എങ്കിൽ होगी. ആ അർത്ഥന അർത്ഥനായിരിക്കുകയില്ല, അത് ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന ദുആ ആയിരിക്കുകയില്ല. അത് അള്ളാഹുവിന്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനും അവന്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമവും ദുആയും ആയിരിക്കുകയില്ല. കാരണം അതിന് സൽഫലങ്ങൾ ഉണ്ടാകുന്നില്ല.
ഇത് ഒരു വലിയ വ്യക്തമായ കാര്യമാണ്. അഥവാ നല്ല ഫലം ഉണ്ടാകുന്നില്ല എങ്കിൽ നാം നമ്മുടെ ഉള്ളിൽ തന്നെ എന്തോ ബലഹീനത ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതാണ്. നമ്മുടെ ദുആകളിൽ തന്നെ എന്തോ കുറവുണ്ട്. നമുക്ക് ദുആയുടെ രീതിയും തത്വവും അറിയില്ല. നാം അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ചരിക്കുന്നവരല്ല. പറയുന്നു, ഏതുവരെ മനുഷ്യൻ ശുദ്ധ ഹൃദയത്തോടും സത്യസന്ധതയോടും ഇഖ്ലാസത്തോടും കൂടി എല്ലാ അനാവശ്യ മാർഗങ്ങളുടെയും പ്രതീക്ഷകളുടെയും കവാടങ്ങൾ തനിക്കായി അടച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിൽ കൈ ഉയർത്തുന്നില്ലയോ, അതുവരെ അയാൾ അള്ളാഹുവിന്റെ സഹായം ലഭിക്കാൻ യോഗ്യനായി തീരുകയില്ല. എന്നാൽ അയാൾ അള്ളാഹുവിന്റെ വാതിൽക്കൽ വീഴുമ്പോൾ, അവനോട് ദുആ ചെയ്യുമ്പോൾ അയാളുടെ ഈ അവസ്ഥ സഹായത്തെയും കാരുണ്യത്തെയും ആകർഷിക്കപ്പെടുന്നു. അത്തരം അവസ്ഥ ആയിത്തീർന്നാൽ, നിസ്വാർത്ഥനായ മനുഷ്യൻ അള്ളാഹുവിന്റെ വാതിൽക്കൽ വീണാൽ, അവനോട് ദുആ ചെയ്താൽ അള്ളാഹുവിന്റെ സഹായവും പിന്തുണയും ആകർഷിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അത് സ്വായത്തമാക്കുന്നു. അത് റഹ്മത്തിന് കാരണമായി തീരുന്നു. മനുഷ്യൻ അള്ളാഹുവിന്റെ ഫضലുകളെ സ്വായത്തമാക്കുന്നവനായി മാറുന്നു. പറയുന്നു, അള്ളാഹു ആകാശത്ത് നിന്ന് മനുഷ്യന്റെ ഹൃദയത്തിന്റെ കോണുകളിലേക്ക് എത്തിനോക്കുന്നു. അള്ളാഹു അശ്രദ്ധനാണ് എന്ന് ധരിക്കരുത്. അള്ളാഹു ആകാശത്തിരുന്ന് മനുഷ്യന്റെ ഹൃദയത്തിന്റെ കോണുകളെ കുറിച്ച് പോലും അറിയുന്നവനാണ്. അഥവാ ഏതെങ്കിലും കോണുകളിൽ ഏതെങ്കിലും വിധത്തിലുള്ള അന്ധകാരത്തിന്റെയോ ഷിർക്കിന്റെയോ ബിദ്അത്തിന്റെയോ അംശം ഉണ്ടെങ്കിൽ അയാളുടെ ദുആകളും ഇബാദത്തുകളും അയാളുടെ മുഖത്തേക്ക് തിരിച്ചറിയപ്പെടും. ഹൃദയത്തെ എല്ലാവിധത്തിലും ശുദ്ധീകരിക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഹൃദയത്തിന്റെ ഒരു ഭാഗത്തു പോലും അന്ധകാരം ഉണ്ടാകാൻ പാടില്ല. എവിടെയും ഷിർക്കിന്റെ ഒരു വശവും ഉണ്ടാകാൻ പാടില്ല. എവിടെയും ഒരു വിധത്തിലുള്ള ബിദ്അത്തിന്റെ ചിന്തയും ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അഥവാ പ്രകാരമാണ് എങ്കിൽ ഇബാദത്തുകളായിരിക്കുകയില്ല. അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. പറയുന്നു, അത് അവരുടെ മുഖത്തേക്ക് തിരിച്ചറിയും. അഥവാ അയാളുടെ ഹൃദയം എല്ലാവിധത്തിലുള്ള ശരീരേച്ഛയിൽ നിന്നും ഉദ്ദേശങ്ങളിൽ നിന്നും അന്ധകാരത്തിൽ നിന്നും ശുദ്ധവും പവിത്രവുമാണ് എന്ന് കാണുമ്പോൾ അയാൾക്ക് വേണ്ടി കാരുണ്യത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. അയാളെ തന്റെ തണലിൽ എടുത്ത് അയാളുടെ പരിപാലനത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നു. ഹൃദയം ശുദ്ധമായി തീരുമ്പോൾ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മനുഷ്യൻ എല്ലാം ചെയ്യുന്നു എങ്കിൽ അള്ളാഹു അയാളുടെ എല്ലാവിധത്തിലുള്ള പരിപാലനത്തിന്റെയും അയാളുടെ ആവശ്യങ്ങളുടെയും സ്വയം ഉത്തരവാദിയായി മാറുന്നു. ഒരു യഥാർത്ഥ അഹ്മദിക്ക് തന്റെ ഹൃദയത്തെ എല്ലാവിധത്തിലുള്ള ഷിർക്കിൽ നിന്നും ബിദ്അത്തുകളിൽ നിന്നും ശുദ്ധമാക്കി വെക്കേണ്ടതായി വരും. ഞങ്ങൾ ഒരുപാട് ദുആ ചെയ്തു, വലിയ നീണ്ട നീണ്ട ദുആകൾ ചെയ്തു, എന്നാൽ സ്വീകരിക്കപ്പെട്ടില്ല എന്ന് പറയുന്നവർ തങ്ങളുടെ ഹൃദയത്തെ പരിശോധിക്കുക. എവിടെയെങ്കിലും മറഞ്ഞിരിക്കുന്ന ശിർക്ക് വല്ലതും ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഏതെങ്കിലും വിധത്തിലുള്ള ബിദ്അത്തുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അള്ളാഹു നിരോധിച്ചിരിക്കുന്ന വല്ല കാര്യങ്ങളും ഉണ്ടാകുന്നുണ്ടോ. പിന്നീട് ഒരു സ്ഥലത്ത് ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് തഖ്വയുടെ സ്ഥാപനമാണ് ഈ ജമാഅത്തിന്റെ സ്ഥാപനോദ്ദേശ്യം എന്ന കാര്യം വിവരിച്ചുകൊണ്ട് സയ്യിദ്നാ ഹദ്റത്ത് അഖ്ദസ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഈ ജമാഅത്ത് കൊണ്ട് അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു, തഖ്വ കുറഞ്ഞു പോയിരിക്കുന്നു. ഈ ജമാഅത്ത് രൂപീകരിക്കാനുള്ള കാരണം തന്നെ തഖ്വയുടെ സ്ഥാപനമാണ്. ഈ ഒരു കാര്യം ഓരോരുത്തരും ഓർക്കേണ്ടതാണ്. ചിലർ പ്രകടമായ നിലയിൽ നിർലജ്ജ പ്രവർത്തനങ്ങളിൽ അകപ്പെട്ടിരിക്കുകയാണ്. പാപത്തിന്റെയും തിന്മയുടെയും ജീവിതം കഴിച്ചുകൂട്ടുന്നു. ചിലർ ഇത്തരത്തിലാണ്. ഒരുവിധത്തിലുള്ള അശുദ്ധിയുടെ കലർപ്പ് തങ്ങളുടെ കർമ്മത്തോടൊപ്പം ഉള്ളവരാണ്. എന്നാൽ അവർ അറിയുന്നില്ല, നല്ല ഭക്ഷണത്തിൽ അല്പം വിഷം കലർന്നാൽ പോലും അത് വിഷലിപ്തമായി തീരും. നമ്മളിൽ ഒരുപാട് പേരുണ്ട്, നന്മകൾ ചെയ്യുന്നു, എന്നാൽ ചിലർ അത്തരം തിന്മകളിൽ അകപ്പെട്ടിരിക്കുകയാണ്. അത് നമ്മുടെ നന്മകളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പറയുന്നു, നല്ല ഭക്ഷണമാണ് എങ്കിൽ, നല്ല സാധനമാണ് എങ്കിൽ നിസ്സാരമായ വിഷം പോലും അതിനെ വിഷലിപ്തമാക്കി തീർക്കും. പറയുന്നു, ചിലർ അത്തരത്തിലുണ്ട്. അവർ ചെറിയ ചെറിയ പാപങ്ങളിൽ, പ്രകടനാത്മകത മുതലായവയിൽ അതിന്റെ ശാഖകൾ സൂക്ഷ്മങ്ങളായിരിക്കും.
അത്തരം കാര്യങ്ങളിൽ അകപ്പെടുന്നു. അതുകൊണ്ട് ഇപ്പോൾ അല്ലാഹു कि वो दुनिया को तकवा और तहारत की ലോകത്തിന് തഖ്വയുടെയും വിശുദ്ധിയുടെയും के लिए इसने ജീവിതത്തിന്റെ മാതൃക കാണിക്കാൻ ആഗ്രഹിക്കുന്നു. एक पाक जमात ഈ ലക്ഷ്യത്തിനു വേണ്ടിയാണ് അവൻ ഈ ജമാഅത്ത് സ്ഥാപിച്ചിരിക്കുന്നത്. അവൻ ശുദ്ധീകരണം ആഗ്രഹിക്കുന്നു. अब हमें अपने जायजे लेने की जरूरत है कि क्या ഒരു പരിശുദ്ധ ജമാഅത്ത് कि हम अब खुद तकवा और तहारत का ഉണ്ടാക്കുക എന്നതാണ് അവന്റെ ഉദ്ദേശം. പറയുന്നു, തഖ്വയും വിശുദ്ധിയുടെയും മാതൃക കാണിക്കണം. അതുകൊണ്ട് നാം നമ്മുടെ പരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. फिर इस बात को बयान നമ്മുടെ അവസ്ഥകൾ നാം സ്വയം തഖ്വയുടെയും വിശുദ്ധിയുടെയും മാതൃക ആകുന്ന വിധത്തിലാണോ ഉള്ളത്? മറ്റുള്ളവർ നമ്മളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്ന വിധത്തിലാണോ? ഈ പരിശോധന നമുക്ക് സ്വയം നമ്മുടെ അവസ്ഥകളിൽ നിന്ന് നടത്താൻ സാധിക്കും. അതുപോലെ അവിടുന്ന് തന്റെ ജമാഅത്തിനെ ഏതു വിധത്തിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന കാര്യം വിവരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രസ്ഥാനത്തെ അല്ലാഹു अल्लाह ताला ने तो സ്വയം തന്റെ കൈകൊണ്ടാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിലും നാം കാണുന്നു, ഒരുപാട് പേർ വരുന്നു, എന്നാൽ അവർ പ്രത്യേക ഉദ്ദേശമുള്ളവരായിരിക്കും. അല്ലാഹു തന്റെ കൈകൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത് अपनी ही नफ्सों തഖ്വയിൽ ചരിക്കുന്നവരുടെ ഒരു ജമാഅത്ത് സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. इसके बावजूद ऐसे लोग भी आ जाते हैं തങ്ങളുടെ जो उनकी നഫ്സുകളുടെ പരിഷ്കരണം നടത്തുന്നവരുടെ ജമാഅത്ത് രൂപീകരിക്കുന്നതിനു വേണ്ടിയാണ്. പറയുന്നു, എന്നിരുന്നാലും സ്വന്തം जाती मुफा ഉദ്ദേശം ഉള്ള ആളുകളും നമ്മുടെ അടുത്ത് വരുന്നു. फरमाया कि अगर अगर आज നന്മയും തഖ്വയും സ്വായത്തമാക്കുക എന്നതായിരിക്കുകയില്ല അവരുടെ ഉദ്ദേശം. മറിച്ച് അവർക്ക് സ്വയം ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനുവേണ്ടിയാണ് അവർ വരുന്നത്. പറയുന്നു, അഥവാ ഉദ്ദേശം പൂർത്തിയായി എങ്കിൽ നല്ലത്, അല്ല എങ്കിൽ एक भी ऐसा वाक़या എന്ത് ദീൻ, എന്ത് വിശ്വാസം ഉപേക്ഷിച്ചു പോകുന്നു. പിന്നീട് हमारी बैत तो बैत तो ഒരു ഈമാനും ഉണ്ടായിരിക്കുകയില്ല. പറയുന്നു, എന്നാൽ ഇതിനെതിരിൽ സഹാബാക്കളുടെ ജീവിതം വീക്ഷിക്കുകയാണെങ്കിൽ അവരിൽ അത്തരം ഒരു സംഭവം പോലും കാണാൻ സാധ്യമല്ല. അവർ ഒരിക്കലും തന്നെ പ്രകാരം ചെയ്തിട്ടില്ല. നമ്മുടെ ബൈഅത്ത് തൗബയാണ്. നാം ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചെയ്തിരിക്കുന്ന ബൈഅത്ത് അത് തൗബയുടെ ബൈഅത്താണ്. നമ്മുടെ പാപങ്ങളിൽ നിന്ന് उस जमाने में तो तलवार का जिहाद था। തൗബ ചെയ്യുകയും ഭാവിയിൽ നന്മയിൽ നിലനിൽക്കുകയും ചെയ്യുമെന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. എന്നാൽ പറഞ്ഞു, അവരുടെ ബൈഅത്ത്, അതായത് സഹാബാക്കളുടെ ബൈഅത്ത് തലമുറിച്ചു കളയാനുള്ള ബൈഅത്തായിരുന്നു. അവർ ചെയ്ത ബൈഅത്ത് തലമുറിച്ചു മാറ്റാനുള്ള ബൈഅത്തായിരുന്നു. ആ കാലഘട്ടത്തിൽ വാളിന്റെ ജിഹാദായിരുന്നു. അതിനായി അവരെല്ലായ്പ്പോഴും തയ്യാറായിരുന്നു. किसी चीज के ഒരു ഭാഗത്ത് ബൈഅത്ത് ചെയ്യുമായിരുന്നു, മറുഭാഗത്ത് തങ്ങളുടെ മുഴുവൻ സമ്പത്തും ധനവും അഭിമാനവും ബഹുമാനവും ജീവനും സ്വത്തും കൈവടിയുമായിരുന്നു. എല്ലാം ഉപേക്ഷിക്കുമായിരുന്നു. അഥവാ അവർ ഒരു വസ്തുവിന്റെയും ഉടമസ്ഥരല്ല. ഇതുപോലെ उनका अपना कुछ नहीं था। അവരുടെ മുഴുവൻ പ്രതീക്ഷകളും ലോകത്ത് നിന്ന് വിച്ഛേദിക്കപ്പെട്ടിരുന്നു. എല്ലാവിധത്തിലുള്ള അഭിമാനവും മഹത്വവും किसी बड़े ओहदे की ख्वाहिश थी। പ്രൗഢിയുടെയും പ്രതാപത്തിന്റെയും ഉദ്ദേശം सिर्फ गरज थी तो ये ഇല്ലാതായി തീർന്നിരുന്നു. അവർക്ക് जान അവരുടേതായി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവർക്ക് അവരുടെ സ്വന്തം അഭിമാനത്തിന്റെ പ്രശ്നമുണ്ടായിരുന്നില്ല. എന്തെങ്കിലും വിധത്തിലുള്ള മഹത്വത്തിന്റെ ആഗ്രഹമുണ്ടായിരുന്നില്ല. ഏതെങ്കിലും വിധത്തിലുള്ള വലിയ സ്ഥാനത്തിന്റെ ആഗ്രഹമുണ്ടായിരുന്നില്ല. കേവലം ഉദ്ദേശം ഉണ്ടായിരുന്നുവെങ്കിൽ ഇതുമാത്രം, തങ്ങൾ ഇസ്ലാമിനു വേണ്ടി ജീവനും സമ്പത്തും സമയവും അഭിമാനവും ത്യജിക്കാൻ എല്ലായ്പ്പോഴും തയ്യാറായിരിക്കണം. ഈ പ്രതിജ്ഞ ഇന്ന് നമ്മളും ചെയ്യുന്നു. എന്നാൽ അത്തരക്കാരുമുണ്ട്, ഭാരവാഹികളുമുണ്ട്. അവർ ഭാരവാഹിത്വം ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ പരിമിതമായ വിധത്തിലായിരിക്കും. എന്നിരുന്നാലും കുറച്ചു പ്രൗഢിയും പ്രതാപവും അവിടെ നിന്ന് വെളിപ്പെടുന്നു. ഭാരവാഹിത്വം അഥവാ ലഭിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്നതിനു പകരം മുമ്പത്തേക്കാൾ ഉപരിയായി ദീനിനെ സേവിക്കണം എന്ന താല്പര്യം അവരിൽ ഉണ്ടാകുന്നതിനു പകരം ഈ ഭാഗത്തേക്ക് ശ്രദ്ധ ഉണ്ടാകാറില്ല. കേവലം തങ്ങളുടെ ഭാരവാഹിത്വത്തിന്റെ ഗർവ് മാത്രമാണ് ഉണ്ടാവുക. ഭാരവാഹികളും ഈ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. പറയുന്നു, സഹാബാക്കളിൽ ആർക്കായിരുന്നു ഞങ്ങൾ രാജാക്കന്മാരാകും എന്ന ചിന്ത ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തെ ജയിച്ചടക്കുന്നവരാകും എന്ന ചിന്ത ഉണ്ടായിരുന്നത്? അറബികളുടെ അവസ്ഥ കണ്ടുകൊണ്ട് ആർക്കെങ്കിലും അത്തരം ചിന്ത ഉണ്ടാകുമായിരുന്നു? ഒരിക്കലും ഇല്ല. ഈ കാര്യങ്ങൾ അവരുടെ ഊഹത്തിലും ചിന്തയിലും പോലും ഉണ്ടായിരുന്നില്ല. മറിച്ച് അവർ എല്ലാവിധത്തിലുള്ള പ്രതീക്ഷകളിൽ നിന്നും വിട്ടുനിൽക്കുന്നവരായിരുന്നു. എന്നിട്ടല്ല ഇപ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിൽ എല്ലാ പ്രയാസങ്ങളും മുസീബത്തുകളും സ്വാദോടുകൂടി സഹിക്കാൻ തയ്യാറായിരുന്നു. പ്രൗഢിയും പ്രതാപവും അവർ ആഗ്രഹിച്ചിരുന്നില്ല. അവർ ഭാരവാഹിത്വം ആഗ്രഹിച്ചിരുന്നില്ല. അവർ മഹത്വം ആഗ്രഹിച്ചിരുന്നില്ല.
അഭിമാനം ആഗ്രഹിച്ചിരുന്നില്ല, അവർ ത്യാഗമാണ് ആഗ്രഹിച്ചിരുന്നത്. അതിലായിരുന്നു അവർക്ക് അനുഭൂതി ഉണ്ടായിരുന്നത്, അതിലാണ് അവർ സ്വാധീനം ലഭിച്ചിരുന്നത്. പറയുന്നു, ഏതുവരെ എന്നാൽ ജീവൻ നൽകാനും തയ്യാറായി നിന്നിരുന്നു. അവരുടെ അവസ്ഥ ഇപ്രകാരമായിരുന്നു. അവർ ഈ ലോകത്ത് നിന്ന് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ അള്ളാഹു അവരുടെ മേൽ തന്റെ അനുഗ്രഹം ചൊരിഞ്ഞു. അവർക്കവൻ വളരെയധികം നൽകി എന്നത് വേറെ കാര്യമാണ്. അവർ എല്ലാ ത്യാഗത്തിനും തയ്യാറായിരുന്നു. എന്നാൽ അള്ളാഹു തന്റെ അനുഗ്രഹം ചൊരിഞ്ഞു. തന്റെ അനുഗ്രഹം കൊണ്ട് അവർക്ക് ഇത്രമാത്രം നൽകി. ഈ മാർഗത്തിൽ തങ്ങളുടെ സർവസ്വവും ത്യാഗം ചെയ്തവർക്ക് പരിധിയില്ലാതെ നൽകി, 1000 ഇരട്ടിയായി നൽകി. പിന്നീട് വളരെ വേദനയോടുകൂടി നാം നമ്മുടെ സ്വഭാവപരമായ അവസ്ഥ നന്നാക്കി തീർക്കുന്നതിനും നന്മയിൽ നിലനിൽക്കുന്നതിനും തിന്മകളെ ഉപേക്ഷിക്കുന്നതിലേക്കും ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഏതൊരാളാണോ തന്റെ അയൽവാസിക്ക് തന്റെ സ്വഭാവത്തിൽ ഒരു പരിവർത്തനം കാണിക്കുന്നത്, മുമ്പ് എന്തായിരുന്നു ഇപ്പോൾ എന്തായി മാറിയിരിക്കുന്നു, അഥവാ അയാൾ ഒരു കറാമത്താണ് കാണിക്കുന്നത്, തങ്ങളുടെ അയൽവാസിക്ക് നാം അഹമ്മദിയായതിനു ശേഷം അവർക്ക് നമ്മളിൽ പരിവർത്തനം കാണാൻ സാധിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഓരോ അഹമ്മദിയും തങ്ങളുടെ അയൽവാസിയോട് അവർ അത്ഭുതപ്പെടുന്ന വിധത്തിൽ പെരുമാറുന്നുവെങ്കിൽ, ഈ മനുഷ്യൻ സാധാരണക്കാരനായ മനുഷ്യനല്ല എന്നവർ ചിന്തിച്ചാൽ, അഥവാ അവർ ഒരു കറാമത്താണ് കാണിക്കുന്നത്, ഒരു മുഅ്ജിസത്താണ് കാണിക്കുന്നത്, ആളുകൾ അത്ഭുതപ്പെടുന്ന ഒരു പ്രവൃത്തിയാണ് അയാൾ ചെയ്യുന്നത്. പറയുന്നു, ഇതിന്റെ സ്വാധീനം അയൽവാസിയിൽ വളരെ ഉന്നതമായ നിലയിൽ ഉണ്ടാകും. ഈ ഉന്നത സ്വഭാവ ഗുണം കാരണം അയൽവാസി സ്വാധീനിക്കപ്പെടും. വളരെ ഉന്നത നിലവാരത്തിലുള്ള സ്വാധീനം അവരിൽ ഉണ്ടാകും. പറയുന്നു, നമ്മുടെ ജമാഅത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നു, ഞങ്ങൾക്കറിയില്ല എന്ത് പുരോഗതിയാണ് ഉണ്ടായിട്ടുള്ളത്, കറ്റുകെട്ടും മറ്റും അകപ്പെട്ടിരിക്കുകയാണ് എന്ന് വ്യാജാരോപണം നടത്തുന്നു. ശത്രുക്കളെ കുറിച്ചാണ് പറയുന്നത്. അന്യരെ കുറിച്ച് അവർ ജമാഅത്തിൽ ആരോപണം ഉന്നയിക്കുകയാണ്. ഈ വ്യാജാരോപണവും ആക്ഷേപവുമാണ് നടത്തുന്നത്. അഹമ്മദിയായതുകൊണ്ട് എന്ത് പുരോഗതിയാണ് ഉണ്ടായത്? കളവ്, കറ്റുകെട്ട്, ദുർഭാവന, കോപം, ഈ ആളുകൾ അതിലെല്ലാം ഇപ്പോഴും അകപ്പെട്ടിരിക്കുകയാണ്. പറയുന്നു, ഇത് അവരെ സംബന്ധിച്ചിടത്തോളം ലജ്ജാകരമായ കാര്യമല്ലേ? മനുഷ്യൻ നല്ലതാണ് എന്ന് കരുതിയാണ് ഈ ജമാഅത്തിൽ വന്നത്. ഇപ്പോൾ അഹമ്മദിയായ ആളുകളോടാണ് പറയുന്നത്, അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ലജ്ജാകരമായ കാര്യമാണ്. നല്ല കാര്യമാണ് എന്ന് കരുതി ഈ ജമാഅത്തിൽ വന്നു, അല്ലെങ്കിൽ അവരെ കണ്ട് നല്ലതാണ് എന്ന് കരുതി ഏതെങ്കിലും ഒരു വ്യക്തി ജമാഅത്തിൽ പ്രവേശിച്ചു. പറയുന്നു, ഏതുപോലെ ഒരു നല്ല പുത്രൻ തന്റെ പിതാവിന്റെ സൽപ്പേര് വെളിപ്പെടുത്തുന്നുവോ, കാരണം ബൈഅത്ത് ചെയ്യുന്ന വ്യക്തി മകന്റെ കൽപ്പനയിലാണ് ഉൾപ്പെടുന്നത്. ഒരു നല്ല അനുസരണയുള്ള, നല്ല വിധേയത്വമുള്ള മകൻ തന്റെ പിതാവിന്റെ സൽപ്പേരിന് കാരണമാകുന്നു. പറയുന്നു, ബൈഅത്ത് ചെയ്യുന്ന ആളും മകനെ പോലെയാണ്. അതിനുള്ള തെളിവ് അവിടുന്ന് ഇതാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധ പത്നിമാരെ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ മാതാക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊതുമുസ്ലിങ്ങളുടെ പിതാവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ വിശ്വാസികളുടെ മാതാക്കളാണ് എങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്, റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളുടെ പിതാവാണ്. പറയുന്നു, ശാരീരിക പിതാവ് ഭൂമിയിൽ കൊണ്ടുവരാൻ കാരണക്കാരനാകുന്നു. മനുഷ്യന് സാധാരണ ജീവിതത്തിൽ എല്ലാവർക്കും പിതാക്കന്മാരുണ്ട്. മാതാപിതാക്കൾ ഏതെങ്കിലും ഒരാത്മാവിനെ, കുട്ടിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ കാരണക്കാരാകുന്നു. കുട്ടിയുടെ ജന്മത്തോടൊപ്പമാണ് കുട്ടി ഭൂമിയിലേക്ക് വരുന്നത്, മാതാപിതാക്കൾ കാരണം. ഈ പ്രത്യക്ഷമായ നിലയിലുള്ള ജീവിതം കുട്ടിക്ക് ലഭിക്കുന്നു ഒരു പിതാവിലൂടെ. ആത്മീയ പിതാവ് ഉണ്ട്. ആത്മീയ പിതാവ് അദ്ദേഹം ആകാശത്തേക്ക് കൊണ്ടുപോകുന്നു.
लेकर आता है ശാരീരിക പിതാവ് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു, ആത്മീയ പിതാവ് ആകാശത്തേക്ക് കൊണ്ടുപോകുന്നു, ആത്മീയതയിൽ പുരോഗതി നൽകുന്നു, और ആ യഥാർത്ഥ കേന്ദ്രത്തിലേക്ക് മാർഗദർശനം നൽകുന്നു. रहनुमाई करता है. അതായത് അള്ളാഹുവിലേക്ക് മാർഗദർശനം നൽകുന്നു. പറയുന്നു, പുത്രൻ തന്റെ പിതാവിനെ അപകീർത്തിപ്പെടുത്തുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നോ? ഒരിക്കലും അത് ഇഷ്ടപ്പെടുകയില്ല. പുത്രൻ തന്റെ പിതാവിനെ അപകീർത്തിപ്പെടുത്തുക എന്നത് ഒരു പിതാവും തന്റെ പുത്രൻ തന്നെ അപകീർത്തിപ്പെടുത്തുന്നവനാകാൻ ആഗ്രഹിക്കുകയില്ല. അതുകൊണ്ട് മുമ്പ് പറഞ്ഞതുപോലെ इस वास्ते ഇതിനായി തങ്ങളുടെ മാതൃക ഈ വിധത്തിലാക്കി തീർക്കുക. മറ്റുള്ളവർക്ക് ചുവടുതെറ്റാനും കാരണമാകരുത്. തങ്ങളുടെ പിതാവിനെ അപകീർത്തിപ്പെടുത്തുന്നവരും ആയിത്തീരരുത്. പറയുന്നു, ഏതെങ്കിലും പുത്രൻ തന്റെ പിതാവിനെ അപകീർത്തിപ്പെടുത്തുന്നത് ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? വേശ്യകളുടെ അടുത്തു പോകുന്നത്, ചൂതാട്ടം നടത്തി കറങ്ങി നടക്കുന്നത്, करता फिरे, മദ്യപാനം നടത്തുന്നത്, शराब पी അല്ലെങ്കിൽ അതുപോലുള്ള മോശമായ പ്രവൃത്തികൾ ചെയ്യുന്നത്, മദ്യപാനം, ചൂതാട്ടം മുതലായ പ്രവൃത്തികൾ ചെയ്യുകയാണ് എങ്കിൽ അതൊരു പിതാവ് ഇഷ്ടപ്പെടുകയില്ല. നല്ല മുസ്ലിം പിതാവും തന്റെ പുത്രൻ ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടപ്പെടുകയില്ല. बल्कि बाज हस्तें ऐसी हैं, बाज बातें എന്നല്ല, ചില കാര്യങ്ങൾ भी पसंद नहीं करते. ഉണ്ട്, അത് അമുസ്ലിങ്ങളും ഇഷ്ടപ്പെടുന്നില്ല. പറയുന്നു, പിതാവിന്റെ അപകീർത്തിക്ക് കാരണമായ കാര്യങ്ങൾ ചെയ്യുക എന്നത് ഇഷ്ടപ്പെടുമോ? बाप की बदनामी का मुझे പറയുന്നു, എനിക്കറിയാം, फरमाया कि मैं जान അങ്ങനെ ഒരാൾ പോലും ഉണ്ടാവുകയില്ല ഈ പ്രവൃത്തിയെ ഇഷ്ടപ്പെടുന്നവരായി. എന്നാൽ ആ യോഗ്യതയില്ലാത്ത പുത്രൻ അങ്ങനെ ചെയ്യുമ്പോൾ ആളുകൾ जुबान അയാൾക്ക് നേരെ വിരൽ ചൂണ്ടും, अगर कोई बेटा ऐसा करे അയാളെക്കുറിച്ച് സംസാരിക്കും, उठाएंगे, उसे मतलब അയാളുടെ പിതാവിനെ കുറിച്ചും സംസാരിക്കും. बातें करेंगे. ആളുകൾ അയാളുടെ പിതാവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയും, ഇയാൾ ഇന്ന വ്യക്തിയുടെ മകനാണ്. പറയും, का बेटा के कहेंगे ഇന്ന ആളുടെ മകൻ ഇന്ന ചീത്ത പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ചീത്തയായ മകൻ പിതാവിന്റെ അപകീർത്തിക്ക് അപ്രകാരം കാരണമാകുന്നു. അതുപോലെ ഏതെങ്കിലും ഒരു വ്യക്തി ഈ പ്രസ്ഥാനത്തിൽ പ്രവേശിക്കുമ്പോൾ ഈ ജമാഅത്തിന്റെ മഹത്വവും അഭിമാനവും പരിഗണിക്കുന്നില്ല എങ്കിൽ, മറിച്ച് അതിന് എതിരിലാണ് ചെയ്യുന്നത് എങ്കിൽ माखूज होता है. അയാൾ അള്ളാഹുവിന്റെ പക്കൽ പിടിക്കപ്പെടും. അയാൾ അള്ളാഹുവിന്റെ പിടുത്തത്തിൽ അകപ്പെടും. കാരണം അയാൾ തന്നെ സ്വയം നാശത്തിലാക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് മറ്റുള്ളവർക്ക് ഒരു മോശം മാതൃകയായി അവരെ സൗഭാഗ്യത്തിന്റെയും സന്മാർഗത്തിന്റെയും മാർഗം നിഷേധിച്ചവരാക്കി മാറ്റുന്നു. पहले शुगर उम्र മുമ്പ് ഞാൻ പറഞ്ഞ കാര്യത്തിന് വിശദീകരണം ഇവിടെ നൽകുകയുണ്ടായി. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ശക്തിയുണ്ടോ, ताकत है, പറഞ്ഞു, എത്രത്തോളം നിങ്ങൾക്ക് ശക്തിയുണ്ടോ അത്രത്തോളം അള്ളാഹുവിനോട് സഹായം ചോദിക്കുക. എന്നിട്ട് നിങ്ങളുടെ മുഴുവൻ ശക്തിയും കഴിവും കൊണ്ട് തങ്ങളുടെ ബലഹീനതകളെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. എവിടെയാണോ നിങ്ങൾ നിസ്സഹായരായിത്തീരുന്നത് അവിടെ സത്യസന്ധതയോടും വിശ്വസ്തയോടും കൂടി കൈ ഉയർത്തുക. കാരണം വേദനയോടും ഉള്ളൊരുക്കത്തോടും കൂടി ഉയർത്തപ്പെട്ട കൈകൾ അത് സത്യസന്ധതയുടെയും വിശ്വാസത്തിന്റെയും പ്രേരണ കൊണ്ടാണ് ഉയരുന്നത്, ശൂന്യമായി മടക്കപ്പെടുകയില്ല. अपनी कोशिशें कामयाब न हो, പരിശ്രമിക്കുക. നിങ്ങളുടെ പരിശ്രമം വിജയിക്കുന്നില്ല എങ്കിൽ ഇനിയൊന്നും സാധ്യമല്ല എന്ന് വിചാരിക്കരുത്. ദുആ ചെയ്യുക, ഇത്രമാത്രം ദുആ ചെയ്യുക, അതിനൊരു പരിധിയും ഉണ്ടാകരുത്. എന്നാൽ സത്യസന്ധത കൊണ്ട് ഉയർന്ന കൈകളായിരിക്കണം. അള്ളാഹുവിന്റെ സമക്ഷത്തിൽ ദുആ ചെയ്യുക എന്നാൽ സത്യസന്ധതയോടുകൂടി തങ്ങളുടെ ഹൃദയത്തെ പിടിച്ചു കുലുക്കിക്കൊണ്ട്, कि जो मैं कह रहा हूँ वो सच നോക്കൂ, ഞാൻ പറയുന്ന കാര്യമാണ് സത്യം, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതാണ് ഞാൻ അള്ളാഹുവിനോട് ചോദിക്കുന്നത്. കാരണം അഥവാ ഇപ്രകാരമാണ് എങ്കിൽ की तहरीक दिल में സത്യസന്ധയുടെ പ്രേരണ ഹൃദയത്തിൽ ഉണ്ടായാൽ, അതിന്റെ ഫലമായി കൈ ഉയർന്നാൽ, അതിന്റെ ഫലമായി മനുഷ്യൻ അള്ളാഹുവിന്റെ സമക്ഷത്തിൽ കുനിയുമ്പോൾ അത്തരം കൈകൾ പിന്നീട് ശൂന്യമായി പോവുകയില്ല, അള്ളാഹു തീർച്ചയായും നൽകുന്നതായിരിക്കും. പറഞ്ഞു, നാം അനുഭവം കൊണ്ട് പറയുന്നു, നമ്മുടെ ആയിരക്കണക്കിന് ദുആകൾ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്, സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നീട് പറയുന്നു, ഇതൊരു ഉറച്ച കാര്യമാണ്. ഏതൊരാളാണോ തന്റെ ഉള്ളിൽ തന്റെ സംസൃഷ്ടികൾക്കായി नए जिन्स के लिए हमदर्दी का जोश नहीं पाता वो बखील है. സഹാനുഭൂതിയുടെ ആവേശം കാണിക്കാത്തത് അയാൾ പിശുക്കനാണ്. हमदर्दी का जोश नहीं തന്റെ സുഹൃത്തുക്കൾക്ക്, മനുഷ്യർക്കായി അഥവാ സഹാനുഭൂതിയുടെ ആവേശം ഇല്ല എങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ പിശുക്കന്മാരാണ് എന്നാണ്. പറയുന്നു, അഥവാ ഞാൻ നന്മയും ഗുണവും ഉള്ള ഒരു മാർഗം കാണുമ്പോൾ അത് ജനങ്ങൾക്ക് വിളിച്ചു പറഞ്ഞു കൊടുക്കുക എന്നതിന്റെ നിർബന്ധ കടമയാണ്. ഇതും നമ്മുടെ നിർബന്ധ കടമയാണ്. നാം കണ്ടിരിക്കുന്ന ഈ നന്മയുടെയും ഗുണത്തിന്റെയും മാർഗം
അങ്ങനെയാണ് നാം അഹമ്മദിയത്ത് സ്വീകരിച്ചത്. അതുകൊണ്ട് നമ്മുടെ നിർബന്ധ കടമയാണ് നാം അത് വിളിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. വരൂ, ഇവിടെ നിങ്ങളുടെ ഇഹപരലോകങ്ങൾ മനോഹരമാക്കി തീർക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തൂ. പറയുന്നു, ആരെങ്കിലും ഇതനുസരിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ അതോ ഇല്ലേ എന്ന കാര്യം വിലവെക്കേണ്ടതില്ല. നമ്മുടെ ജോലി വിളിക്കുക എന്നത് മാത്രമാണ്. നമ്മുടെ ജോലി ഇസ്ലാഹ് ചെയ്യുക എന്നതാണ്. അതുകൊണ്ട് ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ അതോ ഇല്ലയോ എന്ന കാര്യം നോക്കേണ്ടതില്ല. സ്വീകരിക്കുന്നുണ്ടോ അതോ ഇല്ലേ എന്ന് നോക്കേണ്ടതില്ല. ഒരു ഫാർസി കവിതാശകലം അവിടുന്ന് വിവരിക്കുന്നു, ബേഷുൻവദ് യാ നാഷുൻവദ് മൻ ഗുഫ്തഗു മേക്കുനം. ആരെങ്കിലും കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഉപദേശിച്ചുകൊണ്ടേയിരിക്കുക തന്നെ ചെയ്യും. നമ്മുടെ നല്ല മാതൃകകൾ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് തബ്ലീഗിന്റെ ഉത്തരവാദിത്വം നിറവേറ്റേണ്ടതായി വരും. ഇതെല്ലാ അഹമ്മദികളുടെയും ഉത്തരവാദിത്വമാണ്. ഈ കാര്യത്തിലേക്ക് നാം ശ്രദ്ധിക്കേണ്ടതാണ്. അവസാനം ജനങ്ങൾ കേൾക്കുന്ന ഒരു സമയം വരും. എന്നാൽ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, അഥവാ ഇനി ആരെങ്കിലും കേൾക്കുന്നില്ല എങ്കിൽ പോലും നാം സന്ദേശം എത്തിച്ചുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഇവിടുന്ന് പറഞ്ഞതുപോലെ അങ്ങയുടെ ജമാഅത്തുമായി ചേർത്ത് പറഞ്ഞുകൊണ്ട് നാം നമ്മുടെ മാതൃകയും ഉന്നതമായ നിലവാരത്തിൽ ആക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധയും നമ്മുടെ ഭാഗത്തേക്കുണ്ടാകും. പിന്നീട് നമ്മുടെ അവസ്ഥകൾ ഉന്നതമാക്കുന്നതിനു വേണ്ടി ഉപദേശിച്ചുകൊണ്ട് അവിടുന്ന് പറയുന്നു, ഇൽഹാമിൽ ഇല്ലല്ലദീന അലൗ ബിൽ ഇസ്തിക്ബാര എന്ന് വന്നിരിക്കുന്നു. ഇത് പ്ലേഗിനെ കുറിച്ചുള്ള അറബിയിലുള്ള ഇൽഹാമാണ്. ഇതിനു മുമ്പും അറബിയിൽ വാക്കുകൾ ഉണ്ട്. അതിന്റെ അർത്ഥം ഇപ്രകാരമാണ്: ആരാണോ നിന്റെ വീടിന്റെ അകത്ത് വരുന്നത് അവരെ ഞാൻ രക്ഷിക്കുന്നതായിരിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ ഈ വാക്കുകളും ഉണ്ട്, ഇല്ലല്ലദീന അലൗ ബിസ്തിക്ബാർ. ഏതൊരു കൂട്ടരാണോ തങ്ങളെ ഉന്നതരായി കാണുന്നത്, ഇതിന് അവിടുന്ന് ഇതാണ് വിശദീകരണം നൽകിയത്, അതായത് പൂർണ്ണമായ നിലയിൽ അനുസരിക്കാത്തവർ. അനുസരിക്കുന്നവർ എന്ന് പറയുന്നത് അങ്ങേ വിശ്വസിക്കുന്നവർ തന്നെയാണ്. പറയുന്നു, ആരാണോ പൂർണ്ണമായ നിലയിൽ വിശ്വസിക്കാത്തത്, അവിടുന്ന് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നീട് അവിടുന്ന് പറയുന്നു, ഇത് വളരെയധികം താക്കീത് ചെയ്യപ്പെട്ടതും ഭയപ്പെടുത്തുന്നതുമായ കാര്യമാണ്. എവിടെയാണോ അള്ളാഹു ഈ ജാമ്യം നൽകിയത്, നിന്റെ വീട്ടിൽ ആരാണോ വരുന്നത് അവരെ ഞാൻ സംരക്ഷിക്കും, അവിടെ ഈ കാര്യവുമുണ്ട്. ആരാണോ പൂർണ്ണമായ നിലയിൽ അനുസരിക്കാത്തത് അവർക്ക് ഈ കൽപ്പന ബാധകമാവുകയില്ല, അവർക്ക് ഈ കാര്യം നിർബന്ധമായിരിക്കുകയില്ല. അതായത് അവരെ നിർബന്ധമായി സംരക്ഷിക്കുമെന്ന കാര്യം, അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കും എന്നുള്ളത് അള്ളാഹുവിൽ നിർബന്ധമായിരിക്കുകയില്ല. പറയുന്നു, അതുകൊണ്ട് കൂടെ കൂടെ കഷ്ടി നുഹു വായിക്കണം, വിശുദ്ധ ഖുർആൻ ഓതുകയും ചെയ്യേണ്ടത് നിർബന്ധമാണ്. പിന്നീട് അതനുസരിച്ച് പ്രവർത്തിക്കുക. എന്ത് സംഭവിക്കുമെന്ന് ആർക്കെന്തറിയാം? നിങ്ങൾ നിങ്ങളുടെ സമൂഹത്തിൽ നിന്ന് നേടേണ്ട ശാപം ഏറ്റുവാങ്ങിയിരിക്കുന്നു. അഹമ്മദികളായതിനു ശേഷം ഒരുപാട് ആളുകൾ ശത്രുത കാണിക്കുന്നു. എന്നാൽ ഈ ശാപം ഏറ്റുവാങ്ങി അള്ളാഹുവുമായി നിങ്ങളുടെ ഇടപാട് ശുദ്ധമല്ല എങ്കിൽ, അവന്റെ കാരുണ്യത്തിന്റെയും അനുഗ്രഹത്തിന്റെയും കീഴിൽ വരുന്നില്ല എങ്കിൽ പിന്നെ എത്രമാത്രം ബുദ്ധിമുട്ടും പ്രയാസവുമാണ്. പറയുന്നു, പത്രക്കാർ എത്രമാത്രം ഒച്ചപ്പാടുണ്ടാക്കുന്നു, നമ്മുടെ എതിർപ്പിന് എല്ലാ വശത്തു നിന്നും ശക്തി ചെലുത്തുന്നു. ഇന്ന് ഈ എതിർപ്പുകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു. അതുകൊണ്ട് യൂറോപ്പിൽ ഒരുപാട് നമ്മുടെ അഹമ്മദികൾ പാകിസ്ഥാനിൽ നിന്ന് വരുന്നത് ഈ എതിർപ്പ് കാരണമാണ്. പറയുന്നു, എന്നാൽ അവർ ഓർക്കുക, അള്ളാഹുവിന്റെ പ്രവൃത്തികൾ അനുഗ്രഹീതമായിരിക്കും. എന്നാൽ ഈ അനുഗ്രഹത്തിൽ നിന്ന് ഭാഗം കരസ്ഥമാക്കാനായി നാം നമ്മുടെ ഇസ്ലാഹും പരിവർത്തനവും നടത്തേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഈമാന്റെയും അമലുകളുടെയും കണക്കെടുപ്പ് നടത്തുക. നിങ്ങളുടെ ഹൃദയം അള്ളാഹുവിന്റെ അർഷായി തീരുകയും നിങ്ങൾ അവന്റെ സംരക്ഷണത്തിൽ വരികയും ചെയ്യുന്ന പരിവർത്തനവും ശുദ്ധതയും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതാണ് പരിശോധിക്കേണ്ടതിന്റെ ആവശ്യം. പുതിയ അഹമ്മദികളാണെങ്കിലും പഴയ അഹമ്മദികളാണെങ്കിലും ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചുകൊണ്ട് ഏതുവരെ നാം നമ്മുടെ കർമ്മപരമായ പരിഷ്കരണം നടത്തുന്നില്ലയോ അതുവരെ ആ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കാൻ സാധിക്കുകയില്ല.
ഏതൊന്നാണോ ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിൽ വന്നതിന് ശേഷം ലഭിക്കുന്നത്. ईमान के लिए फरमाया നമുക്ക് അള്ളാഹുവിന്റെ സംരക്ഷണത്തിലായി തീരാനും സാധ്യമല്ല. പറയുന്നു, ഈമാനു വേണ്ടി വിലാപത്തിന്റെ അവസ്ഥ വിത്തിന് സമാനമായതാണ്. പിന്നീട് നിരർത്ഥകമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ ഈമാൻ അതിന്റെ തരളമായ മുകുളങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. വിനയമുണ്ടാകുന്നത്, ഉള്ളൊരുക്കമുണ്ടാകുന്നത് ഈമാന്റെ വിത്തിന്റെ അവസ്ഥയാണ്. कि बीज की हालत है। ഇതുണ്ടായിത്തീർന്നാൽ ईमान अपना മനുഷ്യൻ നിരർത്ഥകമായ കാര്യങ്ങൾ ഉപേക്ഷിച്ചാൽ, इंसान ഉള്ളൊരുക്കമുണ്ടായിത്തീർന്നാൽ അനാവശ്യ കാര്യങ്ങളും ഉപേക്ഷിച്ചാൽ, ഈമാൻ फिर अपना ചെടി മുളക്കുന്നത് പോലെ പച്ചളിപ്പ് പുറത്തു വരാൻ തുടങ്ങുന്നു. പിന്നീട് और फिर സമ്പത്ത് സക്കാത്തായി നൽകുന്നതിലൂടെ ഈമാനിക വൃക്ഷത്തിന് ശാഖകൾ ഉണ്ടാകുന്നു. പിന്നീട് സാമ്പത്തിക ത്യാഗം ചെയ്യുമ്പോൾ, സക്കാത്ത് നൽകുമ്പോൾ, ज़कात देते हैं, അള്ളാഹുവിന്റെ മാർഗത്തിൽ अल्लाह की राह में खर्च करते हैं, ചിലവ് ചെയ്യുമ്പോൾ അത് ആ വൃക്ഷത്തെ കൂടുതൽ വളർത്തുന്നു. അതിന് ശാഖകൾ ഉണ്ടാകാൻ തുടങ്ങുന്നു. അതതിനെ ഒരുവിധം करती हैं, ബലമുള്ളതാക്കി തീർക്കുന്നു. किसी कदर मजबूत करती हैं। അത് അല്പസ്വല്പം ഫലമുള്ളതായി മാറുന്നു. പറയുന്നു, പിന്നീട് ശരീരേച്ഛയെ നേരിടുന്നതിലൂടെ करने से ഈ ശാഖകളിൽ നല്ലവണ്ണം ഫലവും ശക്തിയും ഉണ്ടാകുന്നു. മനുഷ്യന്റെ ഹൃദയത്തിൽ इंसान के दिल में ചീത്തയായ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ, ख्वाहिशात ശരീരേച്ഛയുടെ ആഗ്രഹമുണ്ടാകുമ്പോൾ, ख्वाहिशात ശ്രദ്ധയുണ്ടാകുമ്പോൾ ശ്രദ്ധയുണ്ടാകുമ്പോൾ, की तरफ तवज्जो മനുഷ്യൻ അതിനെ നേരിടുമ്പോൾ उनका मुकाबला इंसान करता है और उनको दबा देता है, ना कि അത് ചെയ്യാൻ തുടങ്ങാതെ അതിനെ അടിച്ചമർത്തുമ്പോൾ, അത്തരം അവസ്ഥ ഉണ്ടായാൽ, അതിനെ അടിച്ചമർത്താൻ തുടങ്ങിയാൽ ഈ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ശാഖകൾ അതിൽ ശക്തിയും ഫലവും ഉണ്ടാകുന്നു. जब इंसान अपने नफ्स को मारता है। മനുഷ്യൻ തന്റെ നഫ്സിനെ फरमाया कि अपने अहद और ईमानतों की तमाम ഇല്ലാതാക്കുമ്പോൾ, करने से दरख्त ईमान का अपने मजबूत तने पर खड़ा हो जाता है। പിന്നീട് പറയുന്നു, തന്റെ മുഴുവൻ പ്രതിജ്ഞയുടെയും അമാനത്തിന്റെയും സംരക്ഷണം നടത്തുന്നതിലൂടെ ഈമാന്റെ വൃക്ഷം അതിന്റെ ശക്തമായ താഴ്ത്തടിയിൽ എഴുന്നേറ്റു നിൽക്കുന്നു. പിന്നീട് നാം ചെയ്ത പ്രതിജ്ഞകൾ, നിങ്ങളുടെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്തുകൾ അത് ശരിയായ രീതിയിൽ സംരക്ഷിക്കുകയാണെങ്കിൽ, എല്ലാവരും പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, ഞാൻ ദീനിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകും എന്ന്. ഖുദ്ദാമുൽ അഹമ്മദിയായാലും പ്രതിജ്ഞ ചൊല്ലുന്നു, അൻസാറുല്ലായിലും ലജ്നായിമായിലും പ്രതിജ്ഞ ചെയ്യുന്നു, ജമാഅത്തിൽ ബയ്യത്ത് ചെയ്യുമ്പോൾ ഈ പ്രതിജ്ഞ ചൊല്ലുന്നു. അഥവാ ഈ പ്രതിജ്ഞയെ സംരക്ഷിച്ചാൽ, അതുപോലെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്തുകൾ, ആ അമാനത്തുകൾ എന്താണ്? ഭാരവാഹികളാണ് എങ്കിൽ അവരിൽ ഭാരവാഹിത്വം എന്ന അമാനത്താണ് ഉള്ളത്. സാധാരണ അഹമ്മദിയാണ് എങ്കിൽ അവരുടെ മേലും അമാനത്തുണ്ട്. അവർ അഹമ്മദിയത്തിന് ശരിയായ മാതൃക കാണിക്കുക, ആരും കാലിടറിപ്പോകാൻ കാരണമായി തീരാതിരിക്കുക. അഥവാ അപ്രകാരമായി തീർന്നാൽ ഈ ഈമാന്റെ വൃക്ഷം ഫലമുള്ള തടിയിൽ ഉയർന്നു നിൽക്കും. ഈ എല്ലാ കാര്യങ്ങളും കൂടിച്ചേർന്ന് അതിനെ ഫലമുള്ള വൃക്ഷമാക്കി മാറ്റും. പിന്നീട് ഫലം കൊണ്ടുവരേണ്ട സമയം, അതായത് വൃക്ഷം വലുതാകുമ്പോൾ അത് ഫലം കൊണ്ടുവരുന്ന സമയമാണ്. ഫലം കൊണ്ടുവരുന്ന സമയത്ത് के वक्त एक और ताकत का फैजान उस पर ये होता है, അതിൽ മറ്റൊരു ശക്തിയുടെ അനുഗ്രഹം ഉണ്ടാകുന്നു. കാരണം ഈ ശക്തിക്കു മുമ്പ് വൃക്ഷം പൂക്കുകയോ കായ്ക്കുകയോ ചെയ്യുകയില്ല. അങ്ങനെ ശക്തമായി സുദൃഢമായി തീർന്നാൽ അള്ളാഹുവിന്റെ അനുഗ്രഹം ഇറങ്ങാൻ തുടങ്ങുന്നു. പിന്നീട് അള്ളാഹു ആ വൃക്ഷത്തിൽ ഫലങ്ങൾ നൽകുന്നു. फल लगाता है। അത് അള്ളാഹുവിന്റെ वो अल्लाह ताला അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹം കരസ്ഥമാക്കുന്നു. നാം വിനയം ഉണ്ടാക്കിയെടുക്കേണ്ടതിന്റെ ആവശ്യമുണ്ട്. കാരണം के ഇതിലൂടെയാണ് इसी से हम നമുക്ക് നഫ്സിന്റെ ത്യാഗം ചെയ്യുന്നതിന്റെ കടമ നിറവേറ്റാൻ സാധിക്കുക, നമ്മുടെ ഈമാനിൽ പുരോഗതി കൈവരിക്കാൻ സാധിക്കുക. लघवियात ഇന്ന് നമ്മെ ചുറ്റി വളഞ്ഞിരിക്കുന്ന നിരർത്ഥക കാര്യങ്ങൾ അത് എല്ലാ വീടുകളിലുമുണ്ട്. ടിവിയുടെയും ഇന്റർനെറ്റിന്റെയും രൂപത്തിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക. और उनसे बचना जरूरी है अपने ईमान में तरक्की के लिए। തങ്ങളുടെ ഈമാന്റെ പുരോഗതിക്കായി അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടത് അനിവാര്യമാണ്. അപ്പോഴായിരിക്കും നാം അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പുഷ്പിക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന ശാഖകളായി മാറുക. തങ്ങളുടെയും തങ്ങളുടെ തലമുറകളുടെയും नस्लों की ഇഹപരലോകങ്ങൾ മനോഹരമാക്കി തീർക്കുന്നവരായി തീരുക. संवारने वाले बन सकते हैं। ഒരവസരത്തിൽ उन मौके पर അവിടുന്ന് ജമാഅത്തിന്റെ ശോഭനമായ ഭാവിയെക്കുറിച്ച് അറിവ് നൽകിക്കൊണ്ട് പറഞ്ഞു, देते हुए फरमाया, ഈ കാലഘട്ടവും ആത്മീയ യുദ്ധത്തിന്റെ കാലഘട്ടമാണ്. ഷെയ്ത്താനുമായി യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ഷെയ്ത്താൻ തന്റെ മുഴുവൻ ആയുധങ്ങൾ കൊണ്ടും കുതന്ത്രങ്ങൾ കൊണ്ടും ഇസ്ലാമിന്റെ കോട്ടയെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ഇസ്ലാമിനെ പരാജയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അല്ലാഹു ഇപ്പോൾ ഷെയ്ത്താനുമായുള്ള അവസാന യുദ്ധത്തിൽ
അവനെ എല്ലായ്പ്പോഴും പരാജയപ്പെടുത്തുന്നതിനു വേണ്ടി ഈ ജമാഅത്തിനെ സ്ഥാപിച്ചിരിക്കുകയാണ്. തങ്ങളുടെ ആത്മപരിശോധന നടത്തേണ്ടതിന്റെ ആവശ്യമുണ്ട്. നമ്മുടെ അവസ്ഥകൾ ഈ വിധത്തിലാണോ? നാം ശൈത്താനുമായി യുദ്ധത്തിനായി എല്ലായ്പ്പോഴും തയ്യാറാണോ? പറയുന്നു, ഇതിനെ തിരിച്ചറിയുന്നവൻ അനുഗ്രഹീതൻ. ഇനി അല്പം കാലം മാത്രമാണുള്ളത് പ്രതിഫലം കരസ്ഥമാക്കാൻ. എന്നാൽ അടുത്തു തന്നെ കാലം വരാനിരിക്കുന്നു. അള്ളാഹു ഈ ജമാഅത്തിന്റെ സത്യതയെ സൂര്യനേക്കാൾ കൂടുതലായി പ്രകാശിതമാക്കി കാണിക്കും. ആ സമയം ഈമാൻ പ്രതിഫലത്തിന് അർഹമല്ലാത്ത സമയമായിരിക്കും. സൂര്യനെപ്പോലെ പ്രകാശിതമാകുന്ന സമയത്ത് ആളുകൾ എന്തായാലും വിശ്വസിക്കും, എന്നാൽ അത് പ്രതിഫലത്തിന് അർഹമായിരിക്കുകയില്ല. തൗബയുടെ കവാടം അടക്കപ്പെട്ടതിന് തുല്യമായിരിക്കും. സ്വീകാര്യത ഉണ്ടായിരിക്കും, എന്നാൽ ഇന്നുള്ള നിലവാരം ഉണ്ടായിരിക്കുകയില്ല. ഇന്ന് ലോകം ഒന്നും ആയി ഗണിക്കാത്ത സമയത്ത് പറയുന്നു, ഇപ്പോൾ എന്നെ വിശ്വസിക്കുന്നവർക്ക് തങ്ങളുടെ നഫ്സുമായി പ്രത്യക്ഷമായ നിലയിൽ ഒരു വലിയ യുദ്ധം തന്നെ ചെയ്യേണ്ടതായി വരുന്നു. അവർ കാണുന്നു, ചിലപ്പോൾ അവർക്ക് സഹോദര്യ ബന്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കേണ്ടതായി വരുന്നു. അവരുടെ ഭൗതിക വ്യവഹാരത്തിൽ തടസ്സമുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവർക്ക് ചീത്തവിളികൾ കേൾക്കേണ്ടതായി വരും. ഇന്ന് ഒരുപാട് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങളിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നു. ശാപവാക്കുകൾ കേൾക്കേണ്ടതായി വരും. എന്നാൽ ഈ എല്ലാ കാര്യങ്ങൾക്കുമുള്ള പ്രതിഫലം അള്ളാഹുവിന്റെ പക്കൽ നിന്ന് ലഭിക്കും. എന്നാൽ രണ്ടാമത്തെ സമയം വരുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ ഒരു ഉയർന്ന പാറയിൽ നിന്ന് വെള്ളം വീഴുന്നത് പോലെ ആയിത്തീരുമ്പോൾ, നിഷേധിക്കുന്ന ഒരാളെയും കാണാതാകുമ്പോൾ, അപ്പോൾ വിശ്വസിക്കുന്നത് എന്ത് നിലയിലുള്ളതായിരിക്കും? ആ സമയത്ത് വിശ്വസിക്കുന്നത് ധൈര്യശാലിയുടെ പ്രവർത്തനമല്ല, പ്രതിഫലം എല്ലായ്പ്പോഴും പ്രയാസത്തിന്റെ കാലത്തിൽ നിന്നായിരിക്കും. പറയുന്നു, ഹദരത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂൽ തിരുമേനിയെ വിശ്വസിച്ചുകൊണ്ട് മക്കയുടെ നേതൃത്വം ഉപേക്ഷിച്ചിരുന്നുവെങ്കിൽ അവിടുന്ന് മക്കയുടെ സർദാറാകുമായിരുന്നു. എന്നാൽ അള്ളാഹു അദ്ദേഹത്തിന് ഭൗതികമായി തന്നെ ഒരു രാജാധികാരം നൽകി. അതുപോലെ ഹദരത്ത് ഉമർ റളിയല്ലാഹു അൻഹു കമ്പിളി പുതച്ചു, അതായത് ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഏകദേശം ദാരിദ്ര്യത്തിന്റെയും പ്രയാസത്തിന്റെയും അവസ്ഥയിലായി. അത്രയധികം ധനം ഉണ്ടായിരുന്നില്ല. പറയുന്നു, ഹർച്ചെ ബാദേ ബാദ് ഹാ കഷ്തിയെ ദർ ആബ് അന്താഖ്തീം. ഇനി എന്തു തന്നെ നടന്നാലും നടന്നുകൊള്ളട്ടെ, നാം നമ്മുടെ തോണിയെ പുഴയിൽ ഇറക്കിക്കഴിഞ്ഞല്ലോ എന്നതുപോലെ ഹസ്രത്ത് ഉമർ എന്താണ് ചെയ്തത്? റസൂൽ തിരുമേനിയെ സ്വീകരിച്ചു. അപ്പോൾ അള്ളാഹുവിന്റെ പ്രതിഫലത്തിന്റെ എന്തെങ്കിലും ഭാഗം ബാക്കിയായോ? ഒരിക്കലുമില്ല. ഏതൊരാളാണോ അള്ളാഹുവിന് വേണ്ടി അല്പം പോലും പ്രവർത്തിക്കുന്നത്, അതിന്റെ പ്രതിഫലം പ്രാപിക്കുന്നതുവരെ അയാൾ മരിക്കുകയില്ല. നമ്മുടെ ഈമാനിൽ പുരോഗതി പ്രവർത്തിക്കണം എന്നതാണ് നിബന്ധന. സ്വയം പ്രാവർത്തികമാക്കണം എന്നതാണ് നിബന്ധന. സ്വയം മുന്നോട്ടു പോകേണ്ടത് അനിവാര്യമാണ്. അപ്പോൾ അള്ളാഹു കനിഞ്ഞരുളുന്നു. ഒരു ഹദീസിൽ വന്നിരിക്കുന്നു, അഥവാ ആരെങ്കിലും അള്ളാഹുവിലേക്ക് നിസ്സാര വേഗതയിൽ വരികയാണെങ്കിൽ അള്ളാഹു അയാളിലേക്ക് ഓടിച്ചെല്ലുന്നു. പറയുന്നു, ഈമാൻ എന്നത് അല്പം മറഞ്ഞിരിക്കുമ്പോൾ വിശ്വസിക്കുന്നതിനെയാണ്. പിറവി ചന്ദ്രനെ കാണുന്ന കണ്ണിനാണ് മൂർച്ചയുള്ള കാഴ്ചശക്തിയുള്ളത്. ആദ്യത്തെ 2-3 ദിവസത്തെ ചന്ദ്രനെ കാണുന്നയാളുടെ കാഴ്ചശക്തിയാണ് മൂർച്ചയുള്ളത്. എന്നാൽ പൗർണമി ചന്ദ്രനെ കണ്ടുകൊണ്ട് ഞാൻ ചന്ദ്രനെ കണ്ടു എന്ന് പറഞ്ഞ് ബഹളം വെക്കുന്നവൻ ഭ്രാന്തനാണ് എന്ന് പറയപ്പെടും. നാം നമ്മുടെ ഈമാനെ സുദൃഢമാക്കുന്നവരായി അള്ളാഹു മാറ്റട്ടെ. അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് അവന്റെ പ്രീതിയെ കരസ്ഥമാക്കുന്നവരായി തീരട്ടെ. ഹസ്രത്ത് മസീഹെ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബൈഅത്തിന്റെ കടമ നിറവേറ്റുന്നവരായി തീരട്ടെ. തങ്ങളുടെ കർമ്മങ്ങൾ കൊണ്ട് ലോകത്തിന് സത്യത്തിന്റെ മാർഗം കാണിച്ചു കൊടുക്കുന്നവരായി തീരട്ടെ. അള്ളാഹു നമ്മോട് കാണിച്ചിരിക്കുന്ന ഔദാര്യങ്ങൾക്ക് യഥാർത്ഥ രൂപത്തിൽ നന്ദി പ്രകടിക്കുന്നവരായി മാറട്ടെ. അള്ളാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. Alhamdulillah nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله
ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر